എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ഇന്ന് എന്താണ് ഗ്ലൂട്ടാതയോൺ, ഗ്ലൂട്ടാതയോണിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഗ്ലൂട്ടാതയോണിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ എവിടെ നിന്നാണ് പ്രകൃതിയാ നമുക്കത് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് ഗ്ലൂട്ടാതയോൺ കഴിച്ചതിന് ശേഷം പോലും അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചതിന് ശേഷം പോലും ചിലർക്ക് സ്കിന്നിന് നിറം വെക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഗ്ലൂട്ടാതയോൺ എന്നത് ശരീരത്തിനകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ നാശം ചെറുക്കുന്ന ഘടകങ്ങളാണ്, ഓക്സിഡേഷൻ കുറക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാതയോണിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ശരീരത്തിനകത്ത് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡീടോക്സിക്കേഷൻ ആണ്, അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനമാണ്. ശരീരത്തിന്റെ കോശങ്ങൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഉപാപചയ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടാക്കുന്ന ചീത്ത സാധനങ്ങളൊക്കെ നീക്കം ചെയ്യാനും നിർവീര്യമാക്കാനും ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്ലൂട്ടാതയോൺ. രണ്ടാമത്, ഇത് പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്, ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തമാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ഗ്ലൂട്ടാതയോൺ. മൂന്നാമതായിട്ട്, കോശങ്ങളുടെ റീജുവനേഷൻ അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം തടയാൻ വേണ്ടി പ്രത്യേകിച്ച് DNA പ്രവർത്തനം പോലും സ്വാധീനിക്കാനുള്ള കഴിവ് ഈ പറയുന്ന ഗ്ലൂട്ടാതയോണിനുണ്ട്. ആന്റി ഏജിംഗ് ആയിട്ട് പോലും ഇത് പ്രവർത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രായം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ ശരീരത്തിൽ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. നാലാമതായി, ഇത് ഊർജോൽപാദനത്തിനെ സഹായിക്കുന്ന ഘടകമാണ്. നമ്മുടെ ശരീരത്തിലെ കോശത്തിനകത്തുള്ള മൈറ്റോകോൺട്രിയയെ സ്വാധീനിച്ച് ശരീരത്തിന്റെ ഊർജോൽപാദനത്തിന്റെ നിരക്ക് ക്രമീകരിക്കുന്നതിലും അതുവഴി കോശങ്ങളുടെ ഊർജ്ജസ്വലത നിലനിർത്താനും ഗ്ലൂട്ടാതയോണിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അഞ്ചാമതായിട്ടുള്ള കാര്യമാണ് ത്വക്കിനെ സ്വാധീനിക്കുന്ന, സ്കിന്നിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മെലാനിന്റെ അബ്സോർപ്ഷനൊക്കെ കുറച്ച് ശരീരത്തിന് നിറം കൂടുതൽ കൊടുക്കാനും അൾട്രാവയലറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ ഒരു പരിധിവരെ ചെറുക്കാനും ഒക്കെ ഗ്ലൂട്ടാതയോൺ നമ്മളെ സഹായിക്കാറുണ്ട്. ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഗ്ലൂട്ടാതയോണിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്? ഏറ്റവും ധാരാളമായിട്ട് ഇതുള്ളത് ശതാവരിയിലാണ്. ശതാവരി എന്ന് പറഞ്ഞാൽ ആസ്പെരാഗസ്. 100 ഗ്രാം ശതാവരി എടുത്തു കഴിഞ്ഞാൽ 28 മില്ലിഗ്രാമോളം ഗ്ലൂട്ടാതയോൺ ഇതിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ വളരെ ശക്തമായിട്ട് ഗ്ലൂട്ടാതയോണിന്റെ സ്വാധീനമുള്ള മറ്റൊരു കാര്യമാണ് സ്പൈനാച്ച് അല്ലെങ്കിൽ കെയിൽ, നമ്മുടെ ബ്രക്കോളി പോലെയുള്ള ഇലവർഗത്തിൽപ്പെട്ട പല കാര്യങ്ങളും. ഇതിലൊക്കെ തന്നെയും സൾഫർ